നല്ല നല്ല പടം, എല്ലാവരും കാണണം. പറ പടം ഞങ്ങൾ നല്ലതെന്നല്ലേ പറയുള്ളൂ, പറയുന്നല്ല നല്ലത് തന്നെയാണ്. ഇപ്പോൾ കണ്ട പ്രേക്ഷകർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര വലിയ ഒരു ഞാൻ കേക്ക് തരാം. അതായത് ഭയങ്കര ട്വിസ്റ്റുകളോ അങ്ങനത്തുള്ള പടം, പക്ഷെ കണ്ടാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് സന്തോഷം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും സിനിമ കാണണം, നിങ്ങൾ റിവ്യൂ തരണം. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓ താങ്ക് യു. താങ്ക് യു. എന്ത് ജീവിക്കാനുള്ള ആഗ്രഹം തോന്നുമ്പോൾ കരയും. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ കണ്ട പടം കണ്ടോ? ഇടണം കേട്ടോ, റിവ്യൂ ഇടണം കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇതാരത്? വാഴ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കോമഡി ഫിലിമായിരുന്നു. ഇത് ത്രൂ ഔട്ട് കോമഡി അല്ല, പക്ഷേ കുറച്ച് സെൻറ്റിമെൻറ്റ്സും ഫാമിലിയും കോമഡി, കുറച്ച് ആവശ്യത്തിന് കോമഡിയിലുണ്ട്. നമ്മുടെ ജോമോൻ ഷിജുവൽ തന്നെ കോമഡി ചെയ്തിട്ടുണ്ട്, അശീഷ് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ലാഗൊന്നുമില്ല, നല്ല സ്ക്രിപ്റ്റാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ലാഗ് അങ്ങനെ ഒന്നുമില്ല, നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, പക്ഷേ ഒരു സെൻറ്റിമെൻറ്റ്സും അങ്ങനെയുള്ള എല്ലാവരും, മല്ലിക സുമാൻ അന്ന അനസ്രാജ് ആണെങ്കിലും ബൈജു ആണെങ്കിലും എല്ലാവരും തന്നെ പെർഫോം ചെയ്തത്. ഒരു കാര്യം എടുത്തു വരാൻ ലാഗും സംഭവമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കുറേ നാളായി ഗ്യാപ്പ് വന്നു, ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. മീൻസ് ഓൾവേസ് എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള പടങ്ങളാണ്. ഓൾ ഫീൽ ഗുഡ്. അടിപൊളി പടം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് സന്തോഷം, കാരണം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ബിഗ് സ്ക്രീനിൽ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. പടം അടിപൊളിയാണ്, പോയി കാണണം. അടിപൊളി പടം, ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം. കുറേ നാളുകൾക്ക് ശേഷം നല്ല ചിരിച്ച് കണ്ട